ലിൻഡോ, പ്രതിഷേധം വളരെ വലിയ രീതിയിൽ തന്നെ ആളിക്കത്തുകയാണ്. അവർ സ്വാഭാവികമായും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് MLA ഇതുവരെ ആ സ്ഥലത്തൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ വലിയ വലിയ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഒരു സാമാന്യം അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായ ആവശ്യങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് ഇതിൽ അധികൃതർ ഇടപെടുന്നത്? എങ്ങനെയാണ്? നമ്മൾ അതിൽ 5 ലക്ഷം രൂപ നമ്മൾ റോഡിൽ കൊടുക്കുകയും അതുമാത്രമല്ല ഈ പറയുന്ന റവന്യൂ വകുപ്പിന്റെയും ഇനി ബാക്കിയുള്ള ചർച്ചയ്ക്ക് വിളിക്കുകയാണ് ചർച്ച കഴിഞ്ഞതിന് ശേഷം വായിച്ചു തരാം. നമുക്കെല്ലാം ചർച്ച നടത്താം. ഇത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടത് വെച്ച് നോക്കുമ്പോൾ വലിയൊരു പ്രതിഷേധം തന്നെ സംഭവ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് MLA ആണെന്ന് തോന്നുന്നു അവിടെ പ്രതികരിച്ചതുണ്ടായി. ഉടൻ തന്നെ ചർച്ച നടത്തുമെന്നുള്ള കാര്യമാണ് പങ്കുവച്ചിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? ലിൻഡോ, കേൾക്കാമോ? വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട രാജുവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ മൃതദേഹം തടഞ്ഞുവെച്ചുള്ള പ്രതിഷേധം നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ MLA അതിൽ പ്രതികരിക്കുകയുണ്ടായി. നാട്ടുകാരുടെ പ്രധാന ആവശ്യം തന്നെ MLA സംഭവ സ്ഥലത്ത് ഇതുവരെ വന്നില്ല എന്നതാണ്. ഇപ്പോൾ MLA പ്രതികരിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ നാട്ടുകാരുമായി ഈ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്താമെന്നുള്ളൊരു വിവരം കൂടിയാണ് ലഭിക്കുന്നത്. ലിൻഡോ, എന്താണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? അഞ്ജലി പറഞ്ഞ പോലെ തന്നെ ഈ മരണം സംഭവിച്ചിട്ട് ഇത്രയും സമയമായിട്ടും MLA ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയില്ല എന്നുള്ളൊരു ഒരു പരാതി പ്രതിഷേധക്കാർ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ MLA ഈ പറയുന്ന പ്രതിഷേധ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടെത്താമെന്നാണ് ഇപ്പോൾ സ്ഥലം MLA മാനന്തവാടി MLA ആയിട്ടുള്ള ഉഷ വിജയൻ പറഞ്ഞിരിക്കുന്നത്. അതിനായി പോലീസിലെ പ്രധാനപ്പെട്ട SIയും CIയും അടക്കമുള്ള ആളുകളെയും ഈ പ്രതിഷേധ നടത്തുന്നവരിൽ നിന്നുള്ള പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച നടത്താം. ആ ചർച്ചയ്ക്ക് ശേഷം എന്താണ് തീരുമാനമെന്ന് അറിയിക്കാമെന്നാണ് ഇപ്പോൾ നിലവിൽ പ്രതിഷേധക്കാരോട് ഈ ഉഷാ വിജയൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു പരിഹാരം കാണാതെ നഷ്ടപരിഹാര തുകയിലടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു പരിഹാരം കാണാതെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ പറയുന്നത്. നിലവിൽ CPM ജില്ലാ സെക്രട്ടറി KR റഫീഖ് അടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധം നടക്കുന്ന മാനന്തവാടി മെഡിക്കൽ കോളേജിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിന് കൃത്യമായ ഒരു പരിഹാരം കാണാതെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. അഞ്ജലി, ലിൻഡോ, ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിൽ ആ പ്രദേശത്ത് ഈ കാട്ടാന ആക്രമണം ഉണ്ടാവുന്നത്. മുൻപും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. കാട്ടാനശല്യം അതിരൂക്ഷമായ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ അധികൃതർ ഒരു വ്യക്തമായ ഒരു നടപടി അല്ലെങ്കിൽ അതിനു വേണ്ട മറുപടി നൽകേണ്ടതില്ലേ? അഞ്ജലി, ഈ അപകടം നടന്നിട്ടുള്ള തിരുനെല്ലി കാട്ടിക്കുളം പ്രദേശം പ്രധാനമായും ഒരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഈ മേഖലകളിൽ നിരന്തരമായ കാട്ടാനാക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിരന്തരമായി ഈ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വയനാട് ജില്ലയിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 3 മാസത്തിനിടെ നിരവധി ആളുകളാണ് ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രദേശത്തെ ജനങ്ങൾക്കുള്ളത്. ഇതുപോലെ മുന്നോട്ട് പോകാനാവില്ല. മനുഷ്യ
മനുഷ്യജീവന് യാതൊരു രീതിയിലും വില കൽപ്പിക്കാത്ത തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവുന്ന സാഹചര്യത്തെ ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്ന് തന്നെയാണ് ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അവർ പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ വനം വകുപ്പ് അടിയന്തരമായി 5 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചെങ്കിലും ആ ധനസഹായം മാത്രം പോരാ എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാരുള്ളത്. ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാര തുക, ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന്റെ വില 5 ലക്ഷത്തിൽ ഒതുക്കാൻ കഴിയില്ല. കൃത്യമായ ഒരു നഷ്ടപരിഹാര തുക നൽകണമെന്ന് ഇന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ MLA ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും ഈ പ്രതിഷേധക്കാരുടെ പ്രതിനിധികളുമായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചർച്ചയിലൂടെ ഇതിന് പരിഹാരം കാണാമെന്നാണ് സ്ഥല MLA ആയിട്ടുള്ള ഉഷ വിജയൻ ഇപ്പോൾ പറയുന്നത്. നിലവിൽ വലിയ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. വയനാട് ജില്ലയിൽ തന്നെ നിരന്തരമായി കാട്ടാനാക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, വലിയ രീതിയിലുള്ള കൃഷിനാശം ഉണ്ടാവുന്നു. ഇത് മനുഷ്യര് ഇവിടെ ഒരു ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള പരാതിയാണ് ജില്ലയിൽ ആകമാനമുള്ള ജനങ്ങൾക്കുള്ളത്. നിലവിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാതെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. അഞ്ജലി, നമുക്കറിയാം ഈ മരണം സംഭവിച്ചത്, ഈ കാട്ടാന ആക്രമണത്തിൽ രാജുവിന് ജീവൻ നഷ്ടമായത് രാവിലെയാണ്. പക്ഷേ ഈ സമയം ഇത്രയായിട്ടും MLA ആ സ്ഥലത്ത് വന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ള ഒരു വലിയ പ്രതിഷേധമല്ലേ നാട്ടുകാർ ഉന്നയിക്കുന്നത്? അതിലല്ലേ ഈ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്? ഈ രാജുവിന് കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേൽക്കുന്നത്. ഒരു 11 മണിയോടുകൂടി തന്നെ ഈ രാജുവിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. 1 മണിക്ക് ശേഷം 1:30 ഈ മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ ഈ രാജു മരണപ്പെടുന്നത്. ഇതിനുശേഷം ഇത്രയും സമയമുണ്ടായിട്ടും സ്ഥലം MLA മാനന്തവാടി മേഖലയിൽ ഉണ്ടായിട്ടും ഈ പ്രദേശത്തേക്ക് വേഗം എത്തുവാനോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ തയ്യാറായില്ല. ഇത് തന്നെയാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി. എന്തുകൊണ്ട് സ്ഥലം MLA ഇതിൽ കൃത്യമായി ഇടപെട്ടില്ല എന്നൊരു ചോദ്യം പ്രതിഷേധക്കാരടക്കം വലിയ രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് സ്ഥലം MLA ആയിട്ടുള്ള ഉഷ വിജയൻ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത്. ചർച്ച ചെയ്ത് ഒരു പരിഹാരം കാണാം എന്നാണ് ഉഷ വിജയൻ ഈ പ്രതിഷേധക്കാരോട് പറഞ്ഞത്. നിലവിൽ ചർച്ച തുടങ്ങിയിരിക്കുകയാണ്, ഈ ചർച്ച തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയ്ക്ക് ശേഷം ഒരു പരിഹാരം MLA എല്ലാവരോടുമായി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രതിഷേധക്കാർ ഒരു കൃത്യമായ ഒരു പരിഹാരം കാണാതെ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിൽ മൃതദേഹം ഒരു തരത്തിലും വിട്ടു നൽകില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അഞ്ജലി.